അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ റെഡി ആയിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചുപോയവർക്കൊക്കെ ബലിയൊക്കെ വെക്കില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ തമിഴായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആടി 18 എന്നാണ് പറയുക. ആടി മാസം 18ാമത്തെ ദിവസമാണ് ഈ ഒരു സംഭവം ചെയ്യാട്ടോ. അപ്പോൾ അതാണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാണെങ്കിൽ വീട് എത്തിയപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. അവനിവിടെ വരണം വരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അമ്മ പിന്നെ രാവിലെ തന്നെ എല്ലാ പരിപാടികളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ അമ്മ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് പോയിട്ട് പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ല, മിണ്ടാതിരിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സ്വന്തം വീട്ടിൽ പോയാലാണ് പണിയെടുക്കാതിരിക്കാൻ പറ്റുന്ന ആ ഒരു സുഖം സ്വന്തം വീട്ടിൽ പോയാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ രാവിലെ തന്നെ ബീഫിൽ നമ്മൾ കുമ്പളങ്ങയൊക്കെ ഇട്ട് കറി വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കറിയും ചിക്കൻ വരട്ടിയതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇലയിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കാക്കയ്ക്ക് വെച്ച് കൊടുക്കാനാണ് ആദ്യം അച്ഛൻ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ കാക്കയ്ക്ക് വെച്ച് കൊടുത്തിട്ട് കാക്ക എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ 3 പ്രാവശ്യം വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുക്കണം കേട്ടോ ആ ഒരു ഫുഡിൽ. എന്നിട്ട് കാക്ക വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കും. അപ്പോൾ എന്തായാലും വെച്ചൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ കാക്ക വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. അന്നത്തെ ദിവസം നോക്കി അവിടെ കാക്കയില്ല, ഒന്നുമില്ല കേട്ടോ. ആൾക്കാരൊക്കെ കുറേ അടുത്തുണ്ടെങ്കിൽ കാക്ക പിന്നെ ആ ഒരു ഫുഡ് കഴിക്കാൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിനുള്ളിൽ പോയേ. അപ്പം ഞാനിങ്ങനെ അമ്മ കുറച്ച് ചെടിയൊക്കെ വെച്ചതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കായിരുന്നു. ഇത് മാതളങ്ങൻ്റെ ആ ഒരു ചെടിയാണേ. അതും പിന്നെ അതേപോലെ തന്നെ താഴെ ഒരു ചെറിയൊരു കൊയ്യാക്കട ചെടി വെച്ചിരുന്നു. അതെൻ്റെ മുത്തശ്ശിയാണെങ്കിൽ അത് പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം. പിന്നെ ഇത് നേരത്തെ ഞാൻ പപ്പായൊക്കെ പറിച്ച് കൊണ്ടുവരില്ലേ, ആ ഒരു ചെടിയാണ്. ഇത് പിന്നെ ഞാൻ വെച്ച് നട്ട് വളർത്തിയ എൻ്റെ ഒരു ചെടിയാണ്. ഇത് സാധാ ബദാമിൻ്റെ ഇല്ല, പക്ഷെ ഇതുവരെ ഇതിലൊരു ബദാം പോലും വന്നിട്ടില്ല. പിന്നെ താഴെ കാണുന്ന ഈ ഒരു നെല്ലിക്കയുടെ ചെടി കാട്ടു നെല്ലിക്കയുടെയാണ്. 12 കൊല്ലമായിട്ടോ, പക്ഷെ ഈ ഒരു സൈസേ ഉള്ളൂ, അത് വളരണേ ഇല്ല. ഇങ്ങനെ തന്നെയാണ് കേട്ടോ അത് നിൽക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ. ഫോട്ടോസ് നമ്മൾ മരിച്ചവരുടെ എല്ലാം ഫോട്ടോസ് ഇങ്ങനെ വരിവരിയായി താഴെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇലയൊക്കെ വിരിച്ചിട്ട് അതിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ വെച്ചിട്ട് സ്വീറ്റ്സും പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കൂടി വെച്ചിട്ട് ഇങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ പൂജ കഴിക്കുന്ന പോലെ നമ്മൾ പൂജ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഓരോ ആൾക്കാരായിട്ട് മാറിയിട്ട് ഇങ്ങനെ വെള്ളം തെളിക്കലും അങ്ങനെ പൂജ സംഭവങ്ങളൊക്കെ ചെയ്യലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി മാറിയിട്ട് എത്ര പേരുണ്ടോ അവർ റിപ്പീറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ചെയ്യണ്ടോ. ഇത് ചിത്തിയാണ് അപ്പ രണ്ടാമത്തുള്ളത്. ഇത് അണ്ണാച്ചി. പാട്ടി കൂപ്പിട്. ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ കുട്ടിയും ഹസ്ബൻഡും കൂടി പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതേപോലെ ആടിവേണ്ടിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് തിരിച്ച് വന്നതാണ്. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ചോറും പിന്നെ ബീഫിൽ അമ്മ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കറി വെച്ചത്. സാധാരണ എല്ലാവരും ചിക്കനിലൊക്കെ ഇങ്ങനെ കുമ്പളങ്ങ ഇട്ട് വെക്കും, പക്ഷെ അമ്മ ബീഫിലും ഇട്ട് വെക്കും കേട്ടോ. രണ്ടിലും വെക്കും, അതേപോലെ മട്ടനിലും വെക്കും, എല്ലാത്തിലും വെക്കും. അപ്പോൾ എന്തായാലും ഇന്നും ബീഫിൻ്റെ കറിയും ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് ബീഫൊക്കെ കുറച്ച് എടുത്തിട്ടിട്ട് ഞാനും അതേപോലെ കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. കുളമ്പിലുപ്പില്ല. അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ കുട്ടിക്കും ചേർത്തി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവന് പിന്നെ ഫുഡ് കൊടുക്കൽ പിന്നെ ഒരു സ്ഥലത്ത് ഇരുത്തി കൊടുക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇങ്ങനെ നടന്നിട്ട് വേണം ഫുഡ് കൊടുക്കാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ആ ഒരു ക്ഷീണത്തിൽ തന്നെ ആളങ്ങനെ മയങ്ങാൻ തുടങ്ങി കേട്ടോ. അവനെന്തായാലും ഉച്ച സമയത്ത് പിന്നെ ഉറങ്ങുന്ന സമയത്തുകൊണ്ട് തന്നെ അവനെന്തായാലും ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മ അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ കുറച്ച് ഇലയട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടി അമ്മ തുടങ്ങിയിട്ടുണ്ട്. അമ്മ സാധാ അരിപ്പൊടി എടുത്തില്ല കേട്ടോ, മട്ടേരിയുടെ ആ ഒരു പൊടി എടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാൻ ആദ്യം റാഗിയുടെ പൊടിയാണെന്ന് വിചാരിച്ചിട്ടോ, പിന്നെയാണ് അമ്മ പറഞ്ഞത് മട്ടേരിയുടെ പൊടിയാണെന്ന്. ഏകദേശം കളറ് അതുപോലെ തന്നെ ഉണ്ട് കാണാൻ. പിന്നെ ഉള്ളിൽ വെക്കാനായിട്ട് തേങ്ങയും അവിലും വെല്ലവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സാണ് കേട്ടോ ഉള്ളിൽ വെച്ച് കൊടുത്തത്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ കുറച്ചെടുത്ത് കഴിച്ച് നോക്കുകയും ചെയ്തിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും.
ഇതിപ്പോൾ അമ്മ രണ്ടാമത്തെ ബാച്ചാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഇഡ്ഡലി പാത്രത്തിനുള്ളിൽ ഇറക്കി വെച്ചിട്ടു. അതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. പിന്നെ അച്ഛനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നില്ലേ അമ്മ ഇലയട ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓടി വന്നിട്ട് പകുതിയിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ എല്ലാ പരിപാടിയും സെറ്റാക്കിയിരുന്നു. പിന്നെ ഇല പിന്നെ ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ കുറച്ച് എവിടെയോ പോയിട്ട് ഇലയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഓടത്ത് പോയിട്ട് ടാക്സി എൻ്റെ ആളെന്തായാലും സൈഡായിട്ടുണ്ട് കേട്ടോ. ഇനി ഉറങ്ങി എണീക്കാൻ എന്തായാലും 1 മണിക്കൂർ 2 മണിക്കൂർ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് പിന്നെ താഴെ തന്നെ അച്ഛൻ അങ്ങനെ കിടത്തി ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളിനെ തന്നെ. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ അമ്മ ആദ്യം വെച്ച ബാച്ചിലത്തെ ആ ഇലയടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നല്ല ആകാംക്ഷയോടെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അവിൽ അങ്ങനെ കൂടുതൽ ഇടാറില്ല. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ അവിലിട്ടിട്ട് ഈ ഒരു ഇലയട ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഇലയടയും അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ ഇലയടേൻ്റെ സെക്കൻഡ് ബാച്ചും കൂടിയിട്ട് ആ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കൂടി സെറ്റ് ചെയ്തിട്ട് ഇനി കുറച്ച് ബാക്കി ബാലൻസ് എന്തായാലും വരുന്നുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് 3 ടൈമായിട്ട് വേണം കേട്ടോ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചൂടാറട്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ സൈഡിലേക്ക് ഒന്ന് ഞാൻ കൊണ്ടുപോയിട്ട് ഫാനിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാനായിട്ട്. അപ്പോൾ എന്തായാലും അത് ആറി കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒന്ന് തുറ. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. വായിലിട്ടാൽ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോയിരുന്നു. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു എന്തായാലും ഈ ഒരു ഇലയട. പക്ഷെ മധുരത്തിൻ്റെ കാര്യം മാത്രം ആരും ചോദിക്കരുത്. അവിലിട്ടപ്പോൾ എന്തായാലും അവിൽ കൊണ്ടുപോയി കേട്ടോ എല്ലാം മധുരം. അതുകൊണ്ട് മധുരം കുറച്ച് കുറവേ ഉള്ളൂ. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. ഞാൻ എന്തായാലും 2 കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇലയട. പിന്നെ കുറച്ച് പിന്നെ ചെറിയമ്മൻ്റെ വീട്ടിലേക്കും അങ്ങനെ എല്ലാവർക്കും കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും കൂടിയിട്ട് അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ചായ കുടിച്ചപ്പോൾ ഞാൻ എന്തായാലും അവരെ നോക്കി ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ റെഡി ആയിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടിക്ക് ഇറങ്ങി കേട്ടോ. കുട്ടീനെ ചേർത്ത് വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ എന്തായാലും റെഡി ആവാത്തതുകൊണ്ട് അവനെ അച്ഛനും അമ്മേൻ്റെ അടുത്തും വിട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് പോക്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ആ ഒരു സമയത്ത് എടുത്തതാണ്. അപ്പോൾ എന്തായാലും എഡിറ്റൊക്കെ ചെയ്ത് കുറച്ച് സമയമായിട്ട് ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലോങ് വീഡിയോ എന്തായാലും ലേറ്റ് ആയത്. വിജയ് സേതുപതിയുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിരുന്നില്ലേ തലവാ തലവെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിനിമയ്ക്കാണ് കേട്ടോ പോയിരുന്നത്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവരും കൂടിയാണ് കേട്ടോ ഫിലിമിന് പോയിരുന്നത്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി കുട്ടീനെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇതോടെ കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.